RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന കോപ്പ ഡെൽ റേ ഫൈനൽ മത്സരത്തിലെ റയൽ മാഡ്രിഡ് വിസസ് ബാഴ്സലോണ മത്സരത്തിലെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് ബാഴ്സലോണ ജയിച്ചു. എക്സ്ട്രാ ടൈമിൽ കുണ്ടെ നേടിയ ഗോളിലൂടെ 3-2 ബാഴ്സലോണ ജയിച്ച് ചാമ്പ്യന്മാരായി. ബാഴ്സലോണയുടെ ട്രിപ്പിൾ സ്വപ്നത്തിലേക്ക് ഒരു പടി ചവിട്ടി. നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത് തിയറി ഹെൻറിന്റെ വാക്ക് കടമെടുത്തിട്ടാണ്. തിയറി ഹെൻറി പറഞ്ഞ ഒരു വാക്കുണ്ട്, യൂറോപ്പിലെ എല്ലാ ടീമുകൾക്കും റയൽ മാഡ്രിഡിനെ പേടിയാണ്, റയൽ മാഡ്രിഡ് ആണെങ്കിലും ബാഴ്സലോണയെ പേടിയാണ്. അതേ ഒരു അവസ്ഥയാണ് ഇന്ന് ഈ ഒരു സീസണിൽ തന്നെ 3 എൽ ക്ലാസിക്കോ കഴിഞ്ഞു, 3ലും ആധികാരിക വിജയം നേടി. ഇന്നലത്തെ മത്സരത്തിൽ കോപ്പ ഡെൽ റേയിൽ ഫൈനലില് 3 ഗോളിന് വിജയിച്ചു, 3-2 വിജയിച്ചിട്ട് ചാമ്പ്യനായി. റെഹാൻ, എന്ത് പ്രൊഡക്ഷൻ ആണോ ഇന്നലെ നീ പറഞ്ഞത്? 3-2 എന്നല്ല പ്രൊഡക്ഷൻ പറഞ്ഞ, അല്ലെങ്കിൽ പെനാൾട്ടി അതേപോലെ തന്നെ ആയാലും പെനാൾട്ടിയിൽ എത്തുമെന്ന് വിചാരിച്ചു, 3-2 വിജയിക്കുകയും ചെയ്തു. ഞാൻ 3-1 എന്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. ഒരു കളിയാണ്, വേറെ എല്ലാ വേറെ 2 കളിക്ക് പ്രൊഡിക്ഷൻ, 3 കളി ടോട്ടൽ പ്രൊഡിക്ഷൻ കൊടുത്തിട്ട് 2 സക്സസ് ആയിട്ട്. ഓക്കെ, അതെന്തായാലും അതിനൊരു ബിഗ് ക്ലാപ്പ് ഉണ്ട് നിനക്ക്. ഓക്കെ, എന്താന്ന് പറഞ്ഞാല് നീ പറഞ്ഞു 3-2 ജയിക്കും അല്ലെങ്കിൽ പെനാൾട്ടിയിലോട്ട് പോകുന്നു. ഏകദേശം അതേ ഒരു സിനാരിയിലാണ് കളി നടന്നത്. കളി ഫസ്റ്റ് ഹാഫില് ബാഴ്സ ഒരു ഗോൾ അടിക്കുന്നു, സെക്കൻഡ് ഹാഫില് റയൽ 2 ഗോൾ അടിക്കുന്നു. അതിനുശേഷം 84-ാം മിനിറ്റ് എക്സ്ട്രാ ടൈം ഏകദേശം ബാഴ്സ തീർന്നു എല്ലാവരും വിചാരിച്ചു. എന്താ പറഞ്ഞാല് ബാഴ്സനെ കൊണ്ട് കഴിയില്ലെന്ന്. പക്ഷെ ഇത് പഴയ ബാഴ്സയല്ല, ഇത് ഫ്ലിക്കിന്റെ ബാഴ്സയാണ്. ഫ്ലിക്കിന്റെ ബാഴ്സ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഈ പോസ്റ്റിൽ എത്ര ഗോൾ അടിക്കുന്നോ അതിലൊരു ഗോള് കൂടുതൽ അടിക്കാതെ അവർ ഗ്രൗണ്ട് വിട്ട് പോവില്ല. ഇപ്രാവശ്യം ആരൊക്കെ ബാഴ്സയ്ക്കെതിരെ ഈ നവംബറിൽ ജയിച്ചിട്ടുണ്ടോ അവർക്കെതിരെ എല്ലാം റിവെഞ്ച് നടത്തിയിട്ട് തിരിച്ച് ഡബിൾ ഡോസ് കൊടുത്തിട്ടാണ് ബാഴ്സ ഇപ്രാവശ്യം ഗ്രൗണ്ടിൽ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കളിയിൽ അങ്ങനെ 3-2 എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈം പോയപ്പോ നമ്മളൊക്കെ വിചാരിച്ചു പെനാൾട്ടി ഉറപ്പാണ്. പക്ഷെ രണ്ട് ടീമിന്റെ കളി എന്ന് പറഞ്ഞാല് സെക്കൻഡ് ഹാഫിൽ 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും കളി വന്നു. ഫസ്റ്റ് ഹാഫില് റയൽ നിറമങ്ങിയ കളിയായിരുന്നു, ബാഴ്സ ഡൊമിനേറ്റ് ചെയ്ത്. അത് 1, 2, 3 ബാക്കി മൊത്തത്തില് ബാഴ്സലോണ ഡൊമിനേറ്റ് ചെയ്ത് കളിയാണ്. സെക്കൻഡ് ഹാഫിൽ കളി മാറി. അതെ, നമ്മളെല്ലാരും വിചാരിച്ചു റയൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒന്ന് ഡിഫെൻസീവ് ആയിട്ട് കളിക്കാൻ തുടങ്ങി. അതിലൊരു ഗോള് കൺസിഡർ ആക്കി, പെഡ്രിന്റെ ഒരു ഗോള്. പെഡ്രി അത് വേറെ ലെവല് ഗോൾ കിട്ടോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പെഡ്രിയിൽ നിന്ന് ഈ ഒരു ഷോർട്ട് ബോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ആ ഗോള് കണ്ടപ്പോ എനിക്ക് തോന്നിയത്, ഇതിനു മുമ്പ് ഒരു എൽ ക്ലാസിക്കോ ബാഴ്സ വിസസ് റയൽ മാഡ്രിഡ് എൽ ക്ലാസിക്കോ ഫൈനലില് 2-2 സമനിലയിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് സെർജിയോ റോബർട്ടോ ബാഴ്സയുടെ കോർണർ ഭാഗത്തുനിന്ന് ബോൾ എടുത്തിട്ട് ഒരു പോക്കുണ്ട്. മാർസലോനൊക്കെ വെട്ടിച്ച് ഇത് പോയിട്ട് ലാസ്റ്റ് നമ്മുടെ ജോഡി ആൽബയിലെത്തി. ജോഡി ആൽബ പെനാൾട്ടി ബോക്സിന്റെ അവിടെ നിന്ന് വെളിയിലോട്ട് ഇട്ട് കൊടുത്ത് അത് മെസ്സി ഗോൾ അടിച്ചിട്ട് ആ ഒരു എനിക്ക് സെലിബ്രേഷൻ. അതിപ്പോ 2-3 ദിവസം മുമ്പ് 8 വർഷമായി ആ ഗോൾ അടിച്ചിട്ട്. എന്നിട്ട് റയൽ മാഡ്രിഡിന്റെ സ്റ്റേഡിയത്തിൽ പോയിട്ട് റയലിന്റെ കാണികൾക്ക് മുമ്പ് മെസ്സി ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ സെലിബ്രേഷൻ ഉണ്ട്. അത് കുറെ വൈറലായ സെലിബ്രേഷൻ ആയിരുന്നു. അന്ന് 3-2 അതന്നെയല്ലേ പറഞ്ഞത്, ഏകദേശം. പക്ഷെ അത് വിജയ ഗോൾ അടിച്ചത് അന്ന് മെസ്സി ആയിരുന്നു. ആ ഒരു ഗോള് അത് കഴിഞ്ഞു, ഏകദേശം കളിയും കഴിഞ്ഞു. ഇന്ന് ഇവിടെ വിജയ ഗോൾ അടിച്ചത് അതും കുണ്ടേന്റെ ഒന്നും പ്രതീക്ഷിക്കാത്തൊരു സാധനം. എന്താ പറഞ്ഞാൽ ആശാൻ അവിടെ നിന്നിട്ട് ആർക്കെങ്കിലും എമാലിനാർക്ക് പാസ് ഇട്ട് കൊടുക്കുന്ന വിചാരിച്ചു. പക്ഷെ ഈ സാധനം പോയതുണ്ടല്ലോ, ഒരു വെടിക്കെട്ട് സാധനമായിരുന്നു. പിന്നെ ഇന്നത്തെ കളിയെ കുറിച്ച് എന്താ പറയാൻ പറയാനുള്ളത്? പക്ഷെ ഫുട്ബോൾ ആരാധകനെ പിടിച്ച് ഇങ്ങനെ ഇരുത്തി. നീ പെനാൽറ്റി പോകുന്നു നീ വിചാരിച്ചു? പെനാൽറ്റിക്ക് പോകുന്നു പക്ഷെ സെക്കൻഡ് ഹാഫില് അവർ അടിക്കാൻ തുടങ്ങിയപ്പോ ചെറിയ ഫീലാണ്. പക്ഷെ ബാഴ്സ തിരിച്ചടിച്ചപ്പോ ഉറപ്പായി പെനാൽറ്റിയിൽ എപ്പോ വേണാലും ഗോള് വീഴുന്നുള്ള ഒരു അവസ്ഥയിലാണ് ബാഴ്സ ഇടയ്ക്കിടയ്ക്ക് സിറ്റുവേഷൻ ഉണ്ട്. ബാഴ്സയുടെ ഒറ്റ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ അവര് കൗണ്ടർ വരുന്ന സമയത്ത് ഇവര് ബസ് പാർക്ക് ചെയ്തിരിക്കണം. റയല് ബസ് പാർക്ക് ചെയ്ത കാരണം ബാഴ്സ ബോൾ കൊണ്ടുപോകുമ്പോ തിരിച്ചു വരാൻ ആളില്ല, തിരിച്ചു ഓടാൻ ആളില്ല, ഓടാൻ പേസ് ഇല്ല. ഇവിടെയാണ് എംബാപ്പെ, വിനി 2 പേര് മതി, എത്ര ആണെങ്കിലും കടത്തിട്ട് പോവാ, അത്രയും സ്പീഡിലുണ്ട് ഇവര്. പക്ഷെ നീ ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചോ, 2 പെനാൾട്ടി റയലിന് അനുകൂലമായിട്ട് കിട്ടി. പക്ഷെ അത് 2 ഓഫ് ലൈൻ ട്രാപ്പിലൂടെ അത് ഇത് ചെയ്തു.
പിന്നെ ആ ഒരു ഓഫ്ലൈൻ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷെ അത് വിജയിച്ചുകൊണ്ടാണ് 2 പെനാൾട്ടി ആവാതിരുന്നത്, അല്ലെങ്കിൽ 2 പെനാൾട്ടിയാണ് ചിലപ്പോ പ്ലെയേഴ്സിന് റെഡ് കാർഡ് വരെ കിട്ടേണ്ട ഒരു അവസ്ഥ വന്നെ. ഒന്ന് ഗാവിക്കും ഒന്ന് കുബാസിക്കോ ആയിരുന്നു. ആ 2 കുബാസിക്കോ അല്ലെങ്കിൽ മാർട്ടിനസിനാണെന്ന് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബാഴ്സ ആരാധകർക്ക് ആഘോഷരാവനാണ് ഇന്ന് സെവില്യയില് നല്ലപോലെ ഇന്ന് ബാഴ്സ ആരാധകരും എല്ലാവരും തമ്മിൽ ഇന്ന് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിന് ഇന്നലെ നടന്ന റയലിന്റെ പ്രസ് കോൺഫറൻസ്, അതേപോലെ റഫറിമാരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വന്നിട്ടും ഇന്ന് കളിക്ക് ഒരു ചെറിയ ശതമാനം പോലും അവിടെ ഒരു സ്പിരിറ്റിന്റെ കുറവുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ഒരു വൈബായിട്ടായിരുന്നു കളി ഉണ്ടായിരുന്നത്. കളിയിലേക്ക് വരുമ്പോൾ കളി തുടങ്ങിയപ്പോൾ തന്നെ ബാഴ്സലോണ അവരുടെ നയം വ്യക്തമായിട്ടുണ്ടായിരുന്നു. അറ്റാക്കിംഗ് മോഡിൽ തന്നെയായിരുന്നു എന്നും കളിക്കുന്ന അതേ ശൈലിയിൽ കളി തുടർന്നു. 2 സൈഡിൽ കൂടെ റഫീനിയും യമാലും അറ്റാക്ക് ചെയ്ത് വരുന്നുണ്ട്. ഓൽമോ മിഡിൽ കളിക്കുന്നുണ്ട്. ഫെറാൻ ടോറസ് ആണ് ഫോർവേഡായി കളിക്കുന്നത്. അങ്ങനെ 28-ാം മിനിറ്റില് പെഡ്രിലൂടെ, അത് യമാലിന്റെ ഒരു സുന്ദരമായ ഒരു അസസിലൂടെ പെഡ്രിലൂടെ ആദ്യ വെടിയുണ്ട റയലിന്റെ പോസ്റ്റിലേക്ക് കളിച്ചു. കോട്ടോവയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഹാഫ് ടൈമിന് ശേഷമാണ് 70-ാം മിനിറ്റിലും കളിയിലേക്ക് റയൽ തിരിച്ചു വരുന്നത്. 70-ാം മിനിറ്റില് എംബാപ്പയുടെ ഒരു അതിസുന്ദരമായ ഫ്രീ കിക്ക്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആ ചങ്ങായുടെ കരിയറിന്റെ സെക്കൻഡ് ഫ്രീ കിക്ക് ആണിത്. അത് ആരും പ്രതീക്ഷിച്ചില്ല ഈ സൈഡിലോട്ട് അടിക്കുന്നത്. എല്ലാവരും അങ്ങനെ ബ്ലോക്ക് ചെയ്തൊക്കെ നിൽക്കുന്ന സമയത്ത് ആള് പെനാൽറ്റി ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ റൈറ്റ് സൈഡിലൂടെ അടിച്ചിട്ട് ഉള്ളിലേക്ക് ബോക്സിൽ തട്ടിട്ട് ഉള്ളിലോട്ട് കയറി. അങ്ങനെ 77-ാം മിനിറ്റില് കോർണർ കിക്കിലൂടെ ചോമിനിയിലൂടെ 2ാമത്തെ ഗോളും. അത് കഴിഞ്ഞാൽ പിന്നെ സമയമില്ലല്ലോ, 80 മിനിറ്റ് 90 മിനിറ്റ് 10-15 മിനിറ്റ് മാക്സിമം ടൈം ഉണ്ടാവും. അതില് ഇനിയിപ്പോ ബാഴ്സയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഫ്ലിക്കിന്റെ ബാഴ്സയാണ്, ഇത് പണ്ടത്തെ ബാഴ്സയല്ല. അതില് ചങ്ങായിമാര് 84-ാം മിനിറ്റില് ഫെറാൻ ടോറസിലൂടെ, അത് ഒന്നും പറയാനില്ല. റോഡിഗറും കോർട്ടയൊക്കെ നോക്കി നിൽക്കുമ്പോൾ ബോൾ ഇങ്ങനെ പോസ്റ്റിലേക്ക് ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കുക. അതിലും യമാലിന്റെ സുന്ദരമായ ഒരു അസിസ്റ്റ് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇന്ന് വേറെ എന്തൊക്കെയാണ് കളിനെ കുറിച്ച് റിഹാൻ പറയാനുള്ളത്? വേറെ ലാസ്റ്റ് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്പീച്ച്ലെസ് മേക്കിംഗ് ഗോൾ എന്ന് പറയണം. അത് കുണ്ടന്റെ സ്പീച്ച്ലെസ് ആക്കി. നമ്മളൊക്കെ ഇത്ര നേരം എങ്ങനെ കളി ബോറായി. അപ്പൊ ലാസ്റ്റില് ബോറെന്ന് വെച്ചാൽ കൗണ്ടർ ഉണ്ട്, പക്ഷെ ഗോൾ അടിക്കുന്നത് ടെൻഷൻ, ബോറല്ല ടെൻഷൻ അടിച്ചിരിക്കുക ആരെന്താവും കളി എന്നുള്ളത്. ആ കുണ്ടന്റെ വെടിയുണ്ട സാധനം കയറി റയലിന്റെ അവസാനത്തെ സമയത്തിനുള്ളിൽ കളി അവസാനിപ്പിക്കുകയും ചെയ്തു. അതിനിടയിൽ കുറെ നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറെ ഗോൾ ചാൻസുകൾ 2 ടീമിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ 2 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഓഫ് സൈഡ് ട്രാപ്പിൽ ബാഴ്സ കുടുക്കിയിട്ടുണ്ടായിരുന്നു. ബെല്ലിംഗ്ഹാം ഒരു ഗോൾ അടിച്ചു. അതേപോലെ വേറെ ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എല്ലാം ഓഫ്ലൈൻ ട്രാപ്പിൽ. പക്ഷെ ഇത് ആത്മഹത്യപരമാണ് ഈ ഓഫ് സൈഡ് ട്രാപ്പ്. പക്ഷെ ബാഴ്സന്റെ ഡിഫൻസിൽ മാർട്ടിനസ് ആയിക്കോട്ടെ, അറോഫ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതേപോലെ കുബാർസി ആയിക്കോട്ടെ, എല്ലാവരും അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് ബാക്ക് ഉണ്ട്. അവർ ഓഫ്ലൈൻ ട്രാപ്പ് ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇന്ന് നടന്നില്ല. ഇന്ന് ബാഴ്സന്റെ കൂടെയായിരുന്നു എല്ലാം. ഇന്ന് കളിയില് റഫീനിയാന്റെ പ്രതീക്ഷിച്ച അത്ര കിട്ടിയില്ല. റഫീനിയാന്റെ ഔട്ട്കം കിട്ടിയില്ല. എല്ലാത്ത കളിയിലൊക്കെ നല്ല സ്റ്റാർ പ്ലെയർ ആണ്. എല്ലാത്ത കളിയിൽ മാൻ വെച്ചൊക്കെ മേടിച്ചു കൂട്ടാണ്. ഈ കളിയിൽ അത്രയ്ക്ക് ഓടാനും പറ്റില്ല. അതെ, റണ്ണപ്പ് കുറവായിരുന്നു. അതേപോലെ തന്നെ ആൾക്ക് ബോള് മറ്റുള്ള യമാലൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ബോൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ചങ്ങായിക്ക് അവിടെ എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെ റഫീനിയ കൊടുത്ത ക്രോസുകളൊക്കെ അവരുടെ ഡിഫൻസിന്റെ കാലിലേക്കാണ് പോയത്. അതേപോലെ യമാലിനൊക്കെ ഫ്രീയില് കുറെ ചാൻസുകൾ, യമാല ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് അസിസ്റ്റ് കൊടുക്കായിരുന്നു റഫീനൊക്കെ പോസ്റ്റിന്റെ സൈഡിൽ കൂടെ അടിച്ചു കളഞ്ഞു. റഫീനിയ തിരിച്ചു വന്നായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു കളിയിൽ എനിക്ക് തോന്നിയത് മൊത്തത്തില് ഒന്ന് റയലിനെ ബാഴ്സയുടെ കളി നോക്കിയപ്പോ എനിക്ക് റഫീനയുടെ കളിയാണ് എനിക്കും മോശമായിട്ട് തോന്നിയത്. റഫീനിയ പഴയ ഫോമിൽ കളിച്ചതാണെങ്കിൽ ഇന്ന് ചിലപ്പോ റയലിന് ഇതൊന്നും അല്ല, ഇതിന് മുമ്പ് എക്സ്ട്രാ ടൈമിന് മുമ്പ് എന്റെ കളി കഴിഞ്ഞിട്ട് പോകേണ്ട ഒരു കണ്ടീഷൻ ഉണ്ടാവും. കാരണം അത്രയും ചാൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു 3 പേരുടെ കളി. പിന്നെ ലെവൻഡോസ്കിയുടെ ഇല്ലായ്മ ഫെറാൻ ടോറസ് അതിസുന്ദരമായിട്ട് ഇന്ന് നിറവേറ്റി തന്നെ പറയാം. ആ ഒരു ഗ്യാപ്പ്, പക്ഷെ കുറച്ച് ചാൻസുകളൊക്കെ മിസ്സാക്കിയിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില്. പക്ഷെ പിന്നീട് ആശാൻ ആ ഗോൾ അടിച്ചു. പിന്നെ നല്ലപോലെ ഹോൾഡ് ചെയ്ത് ബോള്, അതേപോലെ എന്തൊക്കെ എങ്ങനെ ചിലപ്പോ മിസ്സാവണ്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചാടിയാൽ മതിയായിരുന്നു. ജസ്റ്റ് ഒരു പൊടിക്ക് ചാടിയത് തന്നെ അത് പുറത്തു കൊണ്ട ഗോളാണ്. അവസാനം ഗോൾ പോസ്റ്റിന്റെ ഉള്ളിൽ ചാടിയത് കുറച്ച് മുമ്പ് ചാടിയിരുന്നെങ്കിൽ ചിലപ്പോ തട്ടിയിട്ട് കോർണറായെന്നെ. പക്ഷെ അത് തീരുമാനം അതാണ്. ഇന്ന് ഫെറാൻ ടോറസിന്റെ ഗോൾ അതിലൂടെ സമനിലയാവണം. പക്ഷെ ആ ഗോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടൂല. കഴിഞ്ഞു 84 മിനിറ്റിലാണ് സെക്കൻഡ് ഗോൾ വരുന്നത്. അപ്പൊ ചിലപ്പോ തീരുമാനമായിട്ടുണ്ടാവും. പിന്നെ ഇന്നത്തെ ഒരു കാര്യം പറയണെങ്കിൽ ഇന്നത്തെ കളിയിൽ റഫറിങ് കുറെ പിഴവുകൾ, അതൊക്കെ ബാഴ്സയ്ക്ക് ഇന്ന് റയലിന് അനുകൂലമായിട്ട് ശരിക്കും വിളിച്ചിട്ടുണ്ടായത്. ഫസ്റ്റ് ആ ഹാൻഡ് ബോൾ, വാൽവേർഡി വീണൊരു ഹാൻഡ് ബോൾ ഉണ്ടല്ലോ,
അത് പക്ഷെ ഫെറാൻ ടോറസിന്റെ അടുത്ത് പക്ഷെ അത് വീഴുമ്പോ കയ്യിൽ തട്ടിയാണെന്നെങ്കിലും പറയാം. ഓക്കെ, അത് വിട്ടു. അതേപോലെ ഇവിടെ പെനാൽറ്റി ബോക്സിൽ ഫെറാൻ ടോറസിനെ റോഡ്രിഗർ ഒന്ന് കാലിട്ട് വലിക്കുന്ന ഒരു സിനാരി ഉണ്ടായിരുന്നു. അതിൽ ഒരു പെനാൽറ്റി യൂസ് ആക്കി. അതേപോലെ ഫൗളുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വലിയ അതിലൊരു എക്സാമ്പിൾ ആണ് കുബാസിനെ വലിച്ചിട്ട് കോർണറിൽ കുബാസിനെ വലിച്ചിട്ട് അത് കുബാസിക്ക് ഗോളാണ്. അല്ലെങ്കിൽ ആ ഗോൾ 3 ഗോൾ ഓൾറെഡി ആവണ്ടാണ്. ആ പോസ്റ്റിൽ തട്ടിട്ട് വന്ന റീബൗണ്ട് വന്ന ബോൾ അല്ലെ, അത് കുബാസി അവിടെയുള്ള കുബാസി കാല് വെച്ച് കൊടുത്ത പോസ്റ്റിലുള്ളില്ല. പക്ഷെ അപ്പോഴേക്കും അത് വലിച്ചിട്ടു. അത് റഫറി ഇല്ല, വാറും ഇല്ല, ഒന്നുമില്ലായിരുന്നു. മൊത്തത്തിൽ ഇന്നലത്തെ ചിലപ്പോൾ പത്രസമ്മേളനം റയലിന്റെ സ്റ്റേറ്റ്മെന്റിലൊക്കെ റഫറിമാർക്ക് ചെറിയൊരു പേടി ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അത് കാരണം ഒരിക്കലും റയലിന് പ്രതികൂലമായിട്ട് ഒരു ഇത് വരരുത് എന്നുള്ള ഇതിലാണ് അവരൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അത് കാരണം നല്ല രീതിക്ക് തന്നെ റഫറി വലിയ മോശം എന്ന് പറയാനില്ല. പക്ഷെ ബാഴ്സയ്ക്ക് പ്രതികൂലമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ ഫൗളുകളും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ആ കളി കഴിഞ്ഞ ശേഷം ഒരു കുണ്ടനെ ഫൗൾ ചെയ്തതിനതുകൊണ്ട് ഒരു ഫൗള് വിളിച്ചതിന് റയൽ മഡ്രിഡിന്റെ ഒരുപാട് പേർക്ക് റെഡ് കാർഡ് കിട്ടിയെന്നാണ് ഇപ്പോൾ അറിയാൻപ്പെടുന്നത്. റോഡ്രിഗറൊക്കെ കാണിക്കുന്നത് അറിയില്ല. ചിലപ്പോ ഇങ്ങനെയൊക്കെ റഫറിമാരോട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കളി തന്നെ സസ്പെൻഡും ഒരു അത് ഭയങ്കര മോശമാണ്. ഒരു കളി തോൽക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് കാണിക്കേണ്ട കാര്യമില്ല. കളിയാണ് ജയിക്കും തോൽക്കും, അതോടെ കഴിയണം. പക്ഷെ എൽ ക്ലാസിക്കോ ആണിത്. എൽ ക്ലാസിക്കോ പക്ഷെ ഇത്രത്തോളം കണ്ടപ്പോ റൂഡിഗർ ചെയ്തത് ഏകപക്ഷം നോക്കുകയാണെങ്കിൽ തെറ്റാണ്. കാരണം ഇത്ര റഫറികള് അത്രയും ഇവരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി, റൂഡിഗറൊക്കെ സബ് കയറി. റഫറിയോട് ഓടുണ്ട് ഓടിക്കളി. റഫറി 130 മിനിറ്റ് 60 90 60 45 മിനിറ്റ് 90 കഴിഞ്ഞ് പിന്നെ എക്സ്ട്രാ ടൈമും അവര് റണ്ണിങ്ങിലാ. അപ്പൊ അവർക്കും ഉണ്ടാവും ചെറിയ ചെറിയ തെറ്റുകൾ. പക്ഷെ ഇന്ന് പൊതുവെ റഫറിങ്ങിന് ഒരിക്കലും പറയാൻ പറ്റില്ല റയലിന് എതിരെ ഒന്നും ഇതായിരുന്നു. റയലിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് റഫറി ഉണ്ടായിരുന്നത്. എന്താ പറഞ്ഞാല് ഇതൊരു പിഴവ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇനി ഇത് ശരിക്കും അവരത് എടുത്തു കാണിക്കും. ആ ഒരു അവസാനത്തെ ഒരു മൂവ്മെന്റിൽ ആ ഒരു ഫൗളിന് വേണ്ടിയിട്ട് അതിനെന്തൊക്കെയാന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. വിനീഷ്യസിനൊക്കെ റെക്കോർഡ് ഉണ്ടെന്നാണ് ഇപ്പോ വരുന്ന അപ്ഡേറ്റ്. സ്ഥിരീകരിച്ചിട്ടില്ല. റോഡ്രിഗർ പിന്നെ കോച്ചിന് കിട്ടിയിരിക്കുന്നത് അഞ്ചലോട്ടിക്ക് ഓൾറെഡി എല്ലാം റെഡാണ്. അവസാനം റെഡ് ആയിക്കണ്. അടുത്ത എല്ലാം കൂടി കാണിച്ചിട്ട് റെഡ് കിട്ടിയിരുന്നു. ഹാൻഡ് ബോൾ കുറെ നേരം കത്തുണ്ടാകുമ്പോ അപ്പൊ തന്നെ റഫറിക്ക് കാർഡ് കാണിക്കേണ്ടി വന്നു. അവിടെ വാറ് പറഞ്ഞിട്ട് കാർഡ് കാണിക്കേണ്ടി വന്നപ്പോ റഫറി കാണിച്ചു. പിന്നെ ലാസ്റ്റ് ഒരു കാർഡ് കൊടുത്തിരിക്കുന്നു. അപ്പോ ഏകപക്ഷം നോക്കുകയാണെങ്കിൽ റയലിൽ കുറെ റെഡ് കാർഡ് മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് ലാസ്റ്റില് എന്താ അവർ ചൂടാവാൻ കാരണം മനസ്സിലായില്ല. എന്താ പറഞ്ഞാൽ ഫൗള് കിട്ടുന്ന കാര്യമല്ല. ഏകദേശം കളി കഴിയാനായ മൂവ്മെന്റ് 1 മിനിറ്റ് 2 മിനിറ്റുള്ള 20 മിനിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് ബോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുണ്ടെ എംബാപ്പനെ തടഞ്ഞു നിർത്താൻ നോക്കുമ്പോൾ എംബാപ്പന്റെ കൈ കുണ്ടന്റെ മുഖത്ത് കൊണ്ടിട്ടാണ് ഫൗള് വീഴുന്നത്. ആ ഒരു സമയത്ത് ഫൗള് വിളിച്ചതിന്റെ ഒരു ഇതാണ്. എന്താ പറഞ്ഞാല് ഡിഫൻസ് ടീമിന് അനുകൂലമായിട്ട് തന്നെ റഫറി കൊടുക്കുള്ളൂ ഫൗള് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ അതിൽ കഴിഞ്ഞു. പിന്നെ ഇതില് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് കളി നല്ല രീതിക്ക് അവസാനിച്ചു. റയല് തോറ്റു, ബാഴ്സലോണ കപ്പടിച്ചു. ഇതില് ഓരോ പ്ലേയേഴ്സിന്റെ കളി എടുത്ത് പറയുകയാണെങ്കിൽ പെഡ്രി അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എല്ലാവരും എറിക് ഗാർസിയനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നത്. അപ്പൊ എല്ലാവരും പേടിച്ചു. പക്ഷെ എറിക് ഗാർസിയ ഇറങ്ങിയിട്ട് പെഡ്രി അതുവരെ ചെയ്തുകൊണ്ടിരുന്ന എന്താണ് അത് വൃത്തിക്ക് ചെയ്തു. എനിക്ക് ആ ഒരു 10-15 മിനിറ്റ് ആൾ കളിച്ചെങ്കിൽ ആ കളിയിൽ നല്ലപോലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതേപോലെ യമാല് അവസാനമൊക്കെ ആകുമ്പോൾ കുറച്ച് ഡൗൺ ആണ്. പക്ഷെ എന്നാലും കിട്ടിയ ബോളുകൾ അറ്റാക്ക് ചെയ്ത് അതേപോലെ 2 അസിസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പേടി ഉണ്ടായിരുന്നത് ജെറാർഡ് മാർട്ടിനെ കുറിച്ചാണ്. കാരണം ബാൽഡേക്ക് പകരമായിട്ട് ഇങ്ങനെ ചങ്ങ എന്ത് കാണിക്കുന്നത്. എന്താ പറഞ്ഞാൽ ആള് ഡിഫൻസിലും ഒക്കെയാണ്, പക്ഷെ അറ്റാക്കിങ്ങിൽ തീരെ ഇതില്ല. അത് തന്നെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് റഫീനയ്ക്ക് കിട്ടുന്ന ഒരു ഭാരം. എനിക്ക് അതാണ് തോന്നുന്നത്. പക്ഷെ ഇന്ന് ആശാന് അത്യാവശ്യം ഉള്ളിക്ക് കയറാനും പാസ് കൊടുക്കാനും അതേപോലെ ഡിഫൻസിലൊക്കെ അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പകരം പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം ഇനിഗോ മാർട്ടിനസ് ഈ വിങ്ങിലേക്ക് ഇറങ്ങി കളിച്ചു. അറോഹോയും കുബാർസിയും സെന്ററിൽ കളിച്ചു. അതെ, എറിക് ഗാർസിയ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ടിൽ മിഡിലെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കളി ലെവലിൽ ഓക്കെ ആയിരുന്നു. അതേപോലെ റയലിന്റെ കളിക്ക് വരികയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എംബാപ്പെ ഇറങ്ങിയ ശേഷമാണ് അല്ലെ എംബാപ്പയാണ് ആദ്യത്തെ ഗോൾ നേടിയത് റയലിന്. അതിലാണ് എല്ലാവർക്കും ഹോപ്പ് വന്നത്. അതൊരു സമനിലയാക്കിയത്. അതുവരെ ഒരു ഉറക്കമായിരുന്നു കളി. അവര് വിചാരിച്ചു തോറ്റി 1-0 കളി ഞങ്ങൾ എല്ലാരും വിചാരിച്ചു. എംബാപ്പന്റെ ഫ്രീ കിക്ക് ഞാൻ പറഞ്ഞു ഞങ്ങൾ കളിയാണ്. നീ പറഞ്ഞു നീ ഫ്രീ കിക്ക് ഗോളാണ്. ഞാൻ പറഞ്ഞേ ആവൂല. എന്താ പറഞ്ഞാല് എംബാപ്പെ കരിയറിലെ 2ാമത്തെ ഫ്രീ കിക്ക് ഗോളാണ് ഇത്. ഇതിനു മുമ്പ് ഒരു ലീഗ് മാച്ചിലാണ് ഇതിനു മുമ്പ് അടിച്ചിട്ടുള്ളത്. അതെ, ഇതുവരെ പിന്നെ ഒന്നും അടിച്ചിട്ടില്ല. അപ്പൊ എനിക്കും വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല അടിക്കുന്നത്. പക്ഷെ
അതിസുന്ദരമായിട്ട് ആരും പ്രതീക്ഷിക്കാത്ത സൈഡിലൂടെ അടിച്ച് അത് ഗോളാക്കി. അതിനുശേഷമാണ് റയൽ കളിക്ക് വന്നത്. പക്ഷെ റയലിന് എനിക്ക് ഡേഞ്ചർ ആയിട്ട് തോന്നുന്ന ഓരോ സീനുകളും എന്താ പറഞ്ഞാൽ ഈ കോർണർ കിക്ക് വരുമ്പോൾ ബാഴ്സയ്ക്ക് കോർണർ കിക്ക് വരുന്ന സമയത്ത് ബാഴ്സയ്ക്ക് പ്രതികൂലമായിട്ട് കോർണർ കിക്ക് വരുന്ന സമയത്ത് റയൽ മുതൽ എന്താ പറഞ്ഞാൽ റയലിന്റെ പ്ലേയേഴ്സ് ഒക്കെ അത്യാവശ്യം ഫിസിക്കലി അതേപോലെ ഹൈറ്റ് വൈസിലും നല്ല ഇതുണ്ട്. അപ്പോൾ അതിൽ ഗോളാക്കാൻ വേണ്ടി അതാണ് ഷോമിനിലൂടെ 77 മിനിറ്റിൽ ഗോളാക്കിയത്. പിന്നെ വിനീഷ്യസ് അത്യാവശ്യം നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. വിനീഷ്യസിന്റെ കുറച്ച് മിസ്സിംഗ് ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല പോലെ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ വരെ എത്താൻ നോക്കി. അവിടുന്ന് ബാഴ്സന്റെ ഡിഫൻസിൽ ക്രിയേഷൻസ് ഉണ്ടാവില്ല ഫസ്റ്റ് ഹാഫില്. വിനി ഇല്ലെങ്കിൽ 3 ചാൻസ് ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ആയി. അത് 3 വിനീഷ്യസ് ആയിരുന്നു, അല്ലെങ്കിൽ 0 ചാൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫില്. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മുമ്പ് റയലിന്റെ പ്രശ്നങ്ങൾ എന്താന്ന്, ഈ പ്രശ്നങ്ങൾ തന്നെയാണ്. മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ കയറി വരുന്നില്ല. ഇന്ന് ബെല്ലിഹാം ഒഴിച്ച് ബാക്കിയൊന്നും ബോൾ കയറി, ബെല്ലിഹാം ബോൾ ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. ബാക്കി വിങ്ങിലൊക്കെ വിനീഷ്യസ് വന്ന് സെന്ററിൽ നിന്ന് ബോൾ എടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടേക്ക് എത്തിക്കാൻ വിങ്ങുകളിൽ കളിക്കാൻ സ്പീഡായിട്ടുള്ള കളിക്കാർ, അതൊക്കെയാണ് പ്രശ്നം. പിന്നെ വാൽവേർഡ് ഇന്ന് അത്യാവശ്യം നല്ല അടിപൊളി കളിയെന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോമിനി കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസിൽ അസൻസിയോ അവസാനത്തെ ഒരു പെനാൽറ്റി, എനിക്കതാണ് പെനാൽറ്റി വിളിച്ചു, വാറിന് കൊടുത്തു. അത് എന്താണ് പെനാൽറ്റി ആവാണ്ടിരുന്നത്? ടച്ച് ഇല്ല എന്നാണ് വാറ് വന്ന വിവരം. റഫീനിക്ക് അത് പറഞ്ഞ് ചാടിയതിന് ഡേവിങ്ങിന് യെല്ലോ കാർഡ് കൊടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ടച്ച് ഇല്ലാന്ന്. അത് അസൻസിയോന്റെ ടച്ച് ഉണ്ട്, ടച്ച് ഇല്ലാതെ അത് ഈ കാലിന്റെ മുട്ടിന് മുകളിലായിട്ടാണ് ടച്ച് വന്നത് തോന്നുന്നുണ്ട്. അങ്ങനെ അത് അസൻസിയോ അത്യാവശ്യം ഡിഫൻസിൽ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാഴ്സയുടെ കളിയിൽ എന്തൊക്കെയോ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അത് റയൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ്. പിന്നെ എംബാപ്പെ വന്നതും കളിക്ക് കുറച്ച് വേഗത കൂടി. എംബാപ്പയും അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ ചാൻസുകളൊന്നും, ഓഫ്ലൈൻ ട്രാപ്പ് തന്നെയാണ് റയലിനെയും പൂട്ടിയത്. ഓഫ് സൈഡ് ട്രാപ്പ് തന്നെയാണ് റയലിനെയും പൂട്ടിയത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ കളിയിൽ എന്താണ് റൈഹാന് വേറെന്താ പറയാനുള്ളത്? റയലിന്റെ ഡിഫൻസ് നല്ലപോലെ ചെയ്തു. അത് ബാർസയിൽ ആ കോർണറിൽ മാത്രം ലാക്കായി. ഈ കോർണറിൽ റയലിനെ വിട്ട പിന്നെ പിടിയിട്ടില്ല. ലാസ്റ്റ് ടൈം റയൽ സൊസൈഡാഡ് എങ്ങനെ ചെയ്ത് ലാസ്റ്റ് റയൽ സൊസൈഡാഡല്ല, ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അതേപോലെ ലാഗിൽ അവസാന മൂവ്മെന്റ് ജയിക്കുന്നൊക്കെ ഈ കോർണർ കിക്കിലൂടെയാണ്. കോർണർ കിക്ക് പിന്നെ ചെയ്യാൻ ഇവര് കുറച്ച് മിടുക്കന്മാരാണ്. കാരണം ബാർസയ്ക്ക് ആകുള്ളത് അറോഹോ, എറിക് ഗ്രാസിയസ്, ഇവർ രണ്ടുപേരും ഹൈറ്റ് ഉണ്ട്, നല്ല ഫിസിക്കലി ഓക്കെയാണ്. പക്ഷെ അവിടെ ഉള്ളത് റൂഡിഗർ ഉണ്ട്, ഷോമനി ഉണ്ട്, കമവിംഗ ഇപ്പൊ ഇല്ല, കമവിംഗ ഉണ്ട്, അവർക്ക് അസൻസി ഉണ്ട്, എല്ലാം ഉണ്ട്, ഹൈറ്റും വെയിറ്റും എല്ലാം ഉണ്ട്. ആ പ്ലേയേഴ്സിനെതിരായിട്ട് നിങ്ങൾ ഈ ബാർസാന പ്ലേയേഴ്സ് കൂട്ടി നിൽക്കുകയാണെങ്കിൽ പറ്റില്ല. അത് ഫുൾ എഫേർട്സ് ഗോളിക്കായിരിക്കും. ഷെസ്നിയൊരു വല്ലാത്ത പെർഫോമൻസ്, ഇപ്പത്തെ കോട്ടോന്റെ പെർഫോമൻസിനെ കുറിച്ച്, ഗോൾ കീപ്പർമാരുടെ പെർഫോമൻസിനെ കുറിച്ച്, അത് എൽ ക്ലാസിക്കോയിൽ പൊതുവെ ഗോൾ എത്ര വാങ്ങിച്ചാലും ഗോൾ കീപ്പർമാരുടെ ഒരു പ്രസൻസ് എന്തായാലും ഉണ്ടാവും, ഒരു നല്ല ഇതുണ്ടാവും. അപ്പൊ നമുക്കിനി സ്റ്റാറ്റസിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നാലോ, ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. സ്റ്റാറ്റസിലേക്ക് കടക്കുകയാണെങ്കിൽ 22 ഷോട്ടാണ് ബാഴ്സലോണ എടുത്തത്, അതിൽ 9 ഓൺ ടാർജറ്റിലേക്ക്. റയൽ മാഡ്രിഡ് ആണെങ്കിൽ 15 ഷോട്ട് എടുത്താൽ 7 ഓൺ ടാർജറ്റിലേക്ക് വന്നു. അവരെ മനസ്സിലാക്കാൻ ഗോളികളുടെ സേവ്, ഗോളിമാരുടെ സേവിന്റെ ഇത് 60%, 40% പൊസിഷൻ ഉണ്ടായത്. സെക്കൻഡ് ഹാഫിലാണ് റയൽ കുറച്ചുകൂടെ ഇത് ചെയ്തത്, പൊസിഷൻ എടുത്തത്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് പറയാനുള്ളത് തീരെ ബാഴ്സന്റെ കയ്യിൽ തന്നെയായിരുന്നു ബോള്. അതേപോലെ ഫൗൾ, യെല്ലോ കാർഡ് 4 റയലിന് 3 ഉണ്ട്. ഫൗള് കമ്മിറ്റഡ് 23 ബാഴ്സയും 11 റയലുമാണ്. 2 റെഡ് കാർഡ് റയലിന് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഒഫീഷ്യൽ ആയിട്ടുള്ള റെഡ് കാർഡാണ്. ഇനി അഞ്ചലോട്ടിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. അതൊക്കെ ഇപ്പോ ഏകദേശം കളി കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൽ കഴിഞ്ഞ ശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെ, അതേപോലെ ഓഫ് സൈഡ് ബാഴ്സ 2 ആയപ്പോ ഇവിടെ 7 ഓഫ് സൈഡാ. അതാണ് ഇന്ന് ബാഴ്സയുടെ കളി ജയിക്കാനുള്ള ട്രാപ്പ്. അതേപോലെ കോർണേഴ്സ് 8 ബാഴ്സ വിൻ ചെയ്തിട്ടുണ്ട്, 7 റയൽ വിൻ ചെയ്തിട്ടുണ്ട്. ആ 7 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറുള്ള സാധനം തന്നെയാണ്. അതെ, അല്ല അവർക്ക് അത് ഡേഞ്ചർ തന്നെയാണ് ആ ഒരു അവരോട് കളിക്കുന്നതില്. അപ്പൊ എന്തായാലും ബാഴ്സ ആരാധകർക്ക് ട്രിബിൾ എന്ന മോഹത്തിലേക്ക് ഹൻസി ഫ്ലിക്ക് ഒരു പടി എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനിയുള്ളത് 2 ഫൈനലുകൾ. ഒന്ന് ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലും ഫൈനലും കഴിഞ്ഞാൽ ഒരു ട്രോഫിയാവും. ലാ ലീഗിൽ തുടർച്ചയായിട്ട് ഇനിയുള്ള 5 മത്സരങ്ങളൊക്കെ ജയിക്കുകയാണെങ്കിൽ അതില് ബാഴ്സയ്ക്ക് ഒരു ട്രിപ്പിൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ബാഴ്സയ്ക്കും പി എസ് സിക്കാണ് ഈ ഒരു നേട്ടം, ചാൻസ് കൈയെടുക്കാൻ പറ്റുന്നത്. അതെ, തീർച്ചയായിട്ടും അതിൽ രണ്ടാൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ട്രിപ്പിൾ അടിക്കാനുള്ള ചാൻസ് ഉള്ളത്. ട്രിപ്പിൾ അടിക്കണമെങ്കിൽ ലീഗും കൂടി അടിക്കണം. ലീഗ് അടിക്കണമെങ്കിൽ ബാഴ്സലോണയ്ക്ക് ഇനിയും കളികളുണ്ട്, 5 കളികൾ ജയിക്കണം. അതിന്റെ ഇടയിൽ ഇനിയൊരു എൽ ക്ലാസിക്കോ കൂടി അടുത്ത മാസം വരുന്നുണ്ട്.
അതിൽ റയൽ പകരം വീട്ടുവോ അതോ ഈ ആധിപത്യം ബാഴ്സ തുടരുമോ എന്ന് കണ്ടറിയാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.